ഞാൻ വിചാരിക്കുന്നതാണ് മറ്റുള്ളവരെ സെറ്റിൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. കാരണം സെറ്റിൽ ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ആൾ AICC ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ വഴിയാധാരമാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റുകയോ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിരാശപ്പെടുത്തുക എന്നുള്ളത് പോലും വലിയ പ്രശ്നമാണ്. അതിന് കാരണം സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ മുഴുവൻ ചലനങ്ങളും പൾസും അറിയുന്ന ഒരാൾ എന്നാണ്. ഇന്ത്യയിൽ ഓരോ മുക്കിലും മൂലയുമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ അറിയുന്ന ഒരാൾ കൂടിയാണ് ആ സംഘടനാ ജനറൽ സെക്രട്ടറി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്. അങ്ങനെയുള്ള ഒരാൾ ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതൃത്വവുമായി കലഹിക്കുകയോ നിരാശനാവുകയോ മനം മടുത്ത് പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്യുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം അടുത്ത വർഷം പഞ്ചാബ് ഉൾപ്പെടെ, പഞ്ചാബിലൊക്കെ കോൺഗ്രസ് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരിക്കലും കോൺഗ്രസ് എന്ത് ചെയ്യില്ല, അത്തരം അദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്ന രീതിയിലേക്ക് പോവില്ല. അപ്പോൾ അദ്ദേഹത്തെ എവിടെ സെറ്റിൽ ചെയ്യും? നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. ഇനി അദ്ദേഹത്തിന് ഏത് പദവി കൊടുത്ത് അദ്ദേഹത്തെ പ്ലീസ് ചെയ്യും? ആ പദവി ഒന്ന് AICC അധ്യക്ഷൻ എന്നുള്ള പദവിയാണ്. അതാകട്ടെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്താണ് അതിൽ ഫോർമുല ഉണ്ടായതെന്നും നമുക്ക് അറിയില്ല. പക്ഷേ അദ്ദേഹത്തെ മെരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പണിയാണ്. ആ സമയമാണ് 10 ദിവസം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ന് ആ തീരുമാനം കഴിഞ്ഞിട്ട് KC വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നല്ലോ. മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് അദ്ദേഹം വളരെ വൃത്തിയായിട്ട് സംസാരിച്ചു. അതിനിടയിൽ ആരോ ഒരു കുനിഷ്ടി ചോദ്യം ചോദിച്ചു, എന്താണ് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നെ അതോടെ വിട്ടുകൊടുക്കാം. അത് അദ്ദേഹത്തിൻ്റെ കൂൾ പോയതാണത്. അപ്പോൾ അദ്ദേഹത്തെ ഒതുക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പണിയാണ്. അതിനുള്ള സമയം തീർച്ചയായിട്ടും AICC എടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് VD സതീശൻ എന്നൊരു വ്യക്തിക്ക്, ഒരു MLA-ക്ക്, ഒരു രാഷ്ട്രീയ നേതാവിനുള്ള പോപ്പുലർ മാൻഡേറ്റ് ആയിട്ട് നമ്മൾ കാണരുത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന ചില ഐഡിയ ഉണ്ട്. ആ ഐഡിയയ്ക്കാണ് ജനം വോട്ട് ചെയ്തത് ഈ തവണ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സതീശൻ ആണ് അത് നടപ്പാക്കേണ്ടത്. സതീശനാണ് അതിൻ്റെ പ്രയോക്താവും എല്ലാം അദ്ദേഹം തന്നെയാണ്, പ്രായോജകനും എല്ലാം അദ്ദേഹം തന്നെയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. അത് വോട്ട് ചെയ്ത് UDF-ന് വിജയിച്ച് 102 സീറ്റ് കൊടുക്കുക എന്നുള്ളത് നിർത്തിയില്ല. സാറ് പറഞ്ഞതുപോലെ അവിടെ അത് നിർത്തിയില്ല. ജനം കുറെ കൂടി പ്രൊആക്റ്റീവായി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നു. ഇത് എന്തിൻ്റെ സൂചനയാണ്? ഈ സൂചന ഇനി വരാൻ പോകുന്ന സതീശൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രി നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി, ഇത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ മാത്രം ഈ ജനം ഇടപെടൽ ഒതുക്കും എന്ന് പ്രതീക്ഷിക്കരുത്. ഇനി വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഗവേണൻസിൽ, പോളിസി ഡിസിഷൻസിൽ എല്ലാം ഈ പറയുന്ന ഒരു ജനകീയ ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇത് മുമ്പ് കണ്ടിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും ഇതിനെ സമാനപ്പെടുത്തുന്നത് 2006 VS-ന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ഇടപെടലിനെ കുറിച്ചാണ്. അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 2006 VS-ന് വേണ്ടി മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയത് CPM-കാരാണ്. പാർട്ടി പതാക മത്സരിപ്പിക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയത് പാർട്ടി പതാകേന്ത്യ CPM-കാരാണ്. ഇതല്ല, ഇത് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള കൺസേണും ഇല്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ മുതൽ, വീട്ടമ്മമാർ മുതൽ, സ്ത്രീകൾ, വീട്ടമ്മമാർ, നിങ്ങളൊന്ന് ആലോചിച്ച് സോഷ്യൽ അതെ, അത് VS-ന് വേണ്ടി കൊടിയായിട്ടാണ് ഇറങ്ങിയത്, ചെങ്കൊടിയായിട്ടാണ് ഇറങ്ങിയത്. ഇത് അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീട്ടമ്മമാർ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ എന്ന് തുടങ്ങി സമൂഹത്തിൽ ഇതുവരെ ഈ നമ്മളീ പറയുന്ന സോക്കോൾഡ് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാത്ത ആളുകൾ മുഴുവൻ VD സതീശന് വേണ്ടിയാണ് നിരക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, VD സതീശൻ ഈ വോട്ടർമാരുമായി ഉണ്ടാക്കിയിട്ടൊരു കണക്ഷനാണ്. അതൊരു ഇമോഷണൽ കണക്ഷനാണ്. ആ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ഒരു പക്ഷേ VD സതീശൻ്റെ തന്ത്രമായിരിക്കാം, സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷേ ആ സ്ട്രാറ്റജി ആത്മാർത്ഥമായിരുന്നുവെന്നും നിഷ്കളങ്കമായിരുന്നുവെന്നും സതുദ്ദേശപരമായിരുന്നുവെന്നും വോട്ടർമാർ തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് ഈ മാൻഡേറ്റ് കിട്ടിയത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി വരാൻ പോകുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ ചലഞ്ച്, ആ ചലഞ്ച് വളരെ പ്രധാനമാണ്. ആ ജനകീയ ഇടപെടലിനെ സതീശൻ എങ്ങനെ മറികടക്കുമെന്ന് കൗതുകത്തോടെ ഞാൻ നോക്കിയേക്കും.